കോട്ടുകൽ ഗുഹാക്ഷേത്രം, ദ്വൈത ക്ഷേത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്ഷേത്രം സന്ദർശിച്ച ശേഷം തുടർന്നുള്ള എൻ്റെ യാത്ര ഞാൻ എത്തിച്ചേർന്നത് എരുമേലിയിലാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ, ആ വാവര് പള്ളിയും ക്ഷേത്രവും. ഇത്രയും മതസൗഹാർദ്ദം, ഇത്രയും അച്ചടക്കവും ആത്മാർത്ഥതയുമുള്ള, ജാതി മത ഭേദമന്യേയുള്ള ആ ഒരു മതസൗഹാർദ്ദം എനിക്ക് കണ്ട്, അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. ഈ എരുമേലിയിലുള്ള പേട്ടതുള്ളലും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ കാഴ്ചകളും അയ്യപ്പസ്വാമിയുടെ കുറച്ച് വിശേഷങ്ങളും, സ്വാമി ജനിച്ച കൊട്ടാരവും, ജനിച്ചതല്ല വളർന്ന കൊട്ടാരവും പരിസരവും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് ഞാനിന്ന്. ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. യാത്രകളും പുതിയ അറിവുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് തരണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കുള്ള മോട്ടിവേഷൻ മുന്നോട്ട് പോകാനുള്ളത്. എന്ത് അഭിപ്രായമായാലും ആത്മാർത്ഥമായിട്ട് പറയണം, അത് ഞാൻ സ്വീകരിക്കുന്നതാണ്. അത് നമ്മൾ തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി ഞാൻ കണക്കാക്കിക്കോളാം. എരുമേലി എന്ന ഈ സ്ഥലം ശബരിമല തീർത്ഥാടന സമയത്ത് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സങ്കേതമാണ്. എരുമക്കൊല്ലിയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ എരുമേലി എന്ന പേര് ലഭിച്ചത്. നിങ്ങൾക്ക് കൗതുകം തോന്നുന്നുണ്ടാവും അല്ലേ, അറിയാത്തവർക്ക് കൗതുകം തോന്നുന്നുണ്ടാവും. എന്താണ് ഈ എരുമേലി? എരുമ എന്ന പേര് മനസ്സിൽ തോന്നുന്നുണ്ടാവും അല്ലേ, ശരിയാണ്. എരുമ അല്ലെങ്കിൽ മഹിഷിയെ മണികണ്ഠൻ വധിച്ച ആ ഒരു വിജയാഘോഷമാണ് എരുമേലിയിൽ ഈ പേട്ടതുള്ളൽ എന്ന ആചാരം നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പേട്ടതുള്ളൽ. അതിൻ്റെ ഒരു ചെണ്ടമേളവും തുള്ളലുമാണ് നേരത്തെ നിങ്ങൾ കേട്ടത്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമായ കൊച്ചമ്പലത്തിൽ നിന്നാണ് ഈ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അവിടെ വെച്ച് ആ ക്ഷേത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, വാവര് പള്ളീൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം. ആ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളൽ ആരംഭിച്ച് വാവര് സ്വാമിയുടെ പള്ളിയിൽ വലം വയ്ക്കണം ഈ സ്വാമിമാർ, കറുപ്പെടുത്ത് മാലയിട്ട് വ്രതം നോറ്റ സ്വാമിമാർ. അത് നിർബന്ധമാണ്. വാവര് സ്വാമിയുടെ പള്ളിയിൽ വലം വെച്ച് എന്നിട്ട് വലിയ അമ്പലത്തിൽ, കുറച്ച് അപ്പുറത്തോട്ട് നടന്നു പോകണം, വലിയ അമ്പലത്തിൽ ഈ പേട്ടതുള്ളൽ അവസാനിപ്പിക്കും. അവിടെ നിന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷം പിന്നീട് ഈ ഭക്തർ അയ്യപ്പൻ്റെ പൂങ്കാവനം വഴി സന്നിധാനത്തേക്കുള്ള കാനനയാത്ര ആരംഭിക്കും. ഈ കാണുന്നതാണ് വാവര് പള്ളി. മതസൗഹാർദ്ദത്തിൻ്റെയും ജാതിമത ഭേദങ്ങൾക്കതീതമായി നിലകൊള്ളുന്ന ഒരു പുണ്യസ്ഥലമാണിത് എരുമേലി. മുഖത്തോട് മുഖം നോക്കി വാവര് പള്ളിയും ക്ഷേത്രവും കൊച്ചമ്പലവും നിലകൊള്ളുന്നത്. ഓരോ അയ്യപ്പ ഭക്തനും കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളിയ ശേഷം ഈ വാവര് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് വലിയ അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ ഇത്. ഈ കാഴ്ചകൾ എത്ര നേരം ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് മതിയായില്ല കേട്ടോ. ശരിക്കും സത്യം ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്, കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാക്കേണ്ട ഒരു ഉത്തമ സ്ഥലമാണ് ഈ എരുമേലി അയ്യപ്പ സന്നിധിയും വാവരസ്വാമിയുടെ പള്ളിയും. നമ്മുടെ ദൈവങ്ങളിലെ വൈവിധ്യം തന്നെ എന്നെ പലപ്പോഴും അഗാധമായി ചിന്തിപ്പിക്കാറുണ്ട്. കാരണം പല ദൈവസന്നിധിയിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ശബരിമലയിലും അങ്ങനെയുള്ള അനുബന്ധ സ്ഥലങ്ങളിലുമെല്ലാം എല്ലാ മതക്കാർക്കും വരാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അയ്യപ്പസ്വാമി തന്നെയാണ്. ഇവിടെ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മഹത് വചനമാണ് തത്വമസി. തത്വമസി എന്ന വാക്ക് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. എല്ലാ മതക്കാർക്കും അറിയാവുന്നൊരു വാക്കാണത്, തത്വമസി. ഈശ്വരനും ഭക്തനും ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തത് എന്ന് വെച്ചാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ, അസി എന്ന് വെച്ചാൽ ആകുന്നു, അത് നീയാകുന്നു. അതായത് ഞാൻ തന്നെയാണ് നീ, നിന്നിലുള്ളത് ഞാൻ തന്നെയാണ് എന്നാണ് ആ തത്വമസി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അയ്യപ്പൻ്റെ അംഗരക്ഷകനും ഉറ്റമിത്രവുമായിരുന്ന ഒരു മുസ്ലിം യോദ്ധാവാണ് വാവർ. ലോകത്തിലെ മതസൗഹാർദ്ദ ഭൂപടത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് വാവർക്കും അയ്യപ്പസ്വാമിക്കുമുള്ളത്, അവരുടെ സൗഹൃദത്തിനുമുള്ളത്. ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണിത്. അഹങ്കാരവും അറിവില്ലായ്മയും എല്ലാം ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമപദമാണ് അയ്യപ്പ സന്നിധാനം. അവിടെ ഭക്തനും അയ്യപ്പൻ, ഈശ്വരനും അയ്യപ്പൻ. വേദാന്ത പൊരുളായ ശബരീശൻ്റെ സന്നിധിയിൽ ഭക്തരെ വരവേൽക്കുന്ന തത്വമസി എന്ന മഹാകാവ്യം ഇവിടെ അന്വർത്ഥമാണ്. നിങ്ങൾക്ക് കാണാം, ഭക്തരെല്ലാം അവിടെ വാവരുസ്വാമിയുടെ പള്ളിയിൽ കയറി ഇറങ്ങുന്നത്. ഇത് ആരും ഉണ്ടാക്കി വെച്ച ഒരു പ്രത്യേക നിയമമല്ല. ഈ നിയമം ലംഘിക്കുന്നത് കൊണ്ട് ഒരു ആപത്തും വരാനുമില്ല. പക്ഷേ ഇത് ഓരോ ഭക്തനും അയ്യപ്പനോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയാണ്. അയ്യപ്പനും വാവരുസ്വാമിയും തമ്മിലുള്ള ആ സൗഹൃദവും സ്നേഹബന്ധത്തിനും കൊടുക്കുന്ന ആദരവാണ് ഈ മതസൗഹാർദ്ദം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം, നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. ഞാനും ഇത് ഇങ്ങനെ തന്നെയാണ് ധരിച്ചു വെച്ചത്. എന്താണ് ഈ തിന്തകത്വം എന്നതിൻ്റെ അർത്ഥം എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. സ്വാമി എൻ്റെ അകത്ത് ഓം, അയ്യപ്പൻ എൻ്റെ അകത്ത് ഓം എന്ന് പാടിയിട്ടാണ് ഈ നൃത്തം, ഈ പേട്ടതുള്ളൽ എല്ലാവരും നടത്തുന്നത്. രാജകൽപ്പന പ്രകാരം പുലിപ്പാല് തേടി പോയ അയ്യപ്പൻ എരുമേലിയിൽ ചുറ്റിത്തിരിയുന്നതിനിടയിലാണ് വാവരുസ്വാമിയുമായിട്ട് സംഗമിക്കുന്നത്. അങ്ങനെ അവരുടെ സൗഹൃദം ഭയങ്കരം വാക്കുകൾക്കതീതമായി വളരുകയാണ് ചെയ്യുന്നത്. അയ്യപ്പനെ സഹായിച്ചത് വാവരുസ്വാമിയായിരുന്നു. ആകസ്മികമായി തുടങ്ങി അഭേദ്യമായി തുടരുന്ന ആ സൗഹൃദ ബന്ധത്തിൻ്റെ ഒടുവിൽ തനിക്കേറെ കടപ്പാട് വാവരോട്, സഹായിച്ച വാവരോടും ആ സൗഹൃദത്തിനോടും ഏറെ കടപ്പാടുണ്ട് എന്ന് അയ്യപ്പസ്വാമി പറയുകയും ആ പ്രതിബദ്ധത തീർക്കാൻ വേണ്ടി തന്നെ കാണാൻ വരുന്നവരാദ്യം വാവരുസ്വാമിയെ കാണണമെന്നും അതായിരുന്നു കരാറ്. ഈ ഉടമ്പടി പാലിക്കുകയാണ് ഇന്നും അയ്യപ്പ ഭക്തർ ചെയ്യുന്നത് കേട്ടോ. മകരജ്യോതിയോടനുബന്ധിച്ച് എരുമേലി പേട്ടതുള്ളൽ അതിൻ്റെ ഒരു പാരമ്യതയാണ്. എത്ര കഠിന മുസ്ലിം വിരോധിയാണെങ്കിലും ഈ പള്ളി ചുറ്റാതെ ഇവിടെ നിന്ന് മല വിടാനുള്ള അവരുടെ ആചാരം അനുവദിക്കില്ല. അവരത് കൃത്യമായിട്ട് പാലിക്കും. അതും വളരെ ഭക്തിയോടെയും സ്നേഹത്തോടുകൂടിയും. പള്ളിയുടെ ഒരു ഭാഗത്ത് തേങ്ങ ഉടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് പോയില്ല. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് ഗുരുസ്വാമിമാരോട് സംസാരിച്ച് കിട്ടിയ അറിവിൽ നിന്നുമാണ് ഈ അറിവ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ മതമൈത്രിക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന വാവര് പള്ളിയും തത്വമസി എന്ന സന്ദേശം അരുളുന്ന ശബരിമല സന്നിധാനവും ക്ഷേത്രങ്ങളും. അതിനോടൊപ്പം 18-ാം പടിക്ക് താഴെയും വാവരുസ്വാമിയുടെ ഒരു നടയുണ്ട്. അതും ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വരുംകാലം മുന്നിൽ കണ്ടു ഒരുമിച്ച് കൂടിയവരാണ് അയ്യപ്പനും വാവരും. പുലിപ്പാൽ തേടിയിറങ്ങിയ മണികണ്ഠൻ വാവരുമായി ഏറ്റുമുട്ടുകയും പിന്നീട് ചങ്ങാതിമാരായി മാറുകയും ചെയ്യുന്നു. വാവര് വൈദ്യനും ജ്യോതിഷിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വാവരുസ്വാമിയുടെ നടയിൽ വണങ്ങുന്ന ഭക്തർക്ക് നൽകുന്നത് അരിയും ജീരകവും ചുക്ക്, കുരുമുളക്, ഏലക്ക എന്നീ പഞ്ചകക്കൂട്ടുകളാണ്. ഇത് ചേർത്തുണ്ടാക്കി പ്രസാദമാണ്. അത് ഭക്തൻ്റെ ജലദോഷം, പനി തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കുള്ള മരുന്നും കൂടിയാണ്. കൂടാതെ ഭക്തർ കാണിക്കയായി നടയിൽ സമർപ്പിക്കുന്ന കുരുമുളകിൽ അല്പം എടുത്ത ശേഷം ബാക്കി ഭാഗം പ്രാർത്ഥിച്ച് തിരികെ നൽകുന്നു. വാവരുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നതിന് ഇടത് ഭാഗത്തായിട്ടാണ് കർമ്മി ഇരുന്ന് ഭക്തർക്ക് പ്രസാദം നൽകുന്നത്. പഞ്ചകക്കൂട്ട് കൂടാണ്ട് ഭസ്മവും ചരടും ഒക്കെ ഇവിടെ ഭക്തർക്ക് പ്രസാദമായി നൽകാറുണ്ട് വാവര് സ്വാമിയുടെ പള്ളിയിൽ. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി വായ്പൂർ വെട്ടപ്ലാക്കൽ കുടുംബത്തിലെ തലമുതിർന്ന അംഗമാണ് വാവരുടെ പ്രതിനിധിയും മുഖ്യ കാർമ്മികനുമായിട്ട് വാവര് നടയിൽ എത്താറുള്ളത്. വാവരുടെ ഊര് എന്നത് ലോപിച്ച് ചുരുക്കിയാണ്
വായ്പൂര് ആയത് എന്നൊരു ഐതിഹ്യവും ഉണ്ട്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് കാണുന്ന കാഴ്ചകളാണ്. നിറയെ അയ്യപ്പ ഭക്തന്മാർ ഉണ്ടായിരുന്നു. മകരവിളക്ക് സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ 18 കരിങ്കൽ പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുര ശ്രീകോവിലുകളുമാണ് ശബരിമലയിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ്. ഇവിടെ നിന്ന് ഞാൻ നേരെ പമ്പ കാണാൻ പോകണം എന്നാണ് ആഗ്രഹിച്ചത്. പമ്പ വരെയെങ്കിലും നമുക്ക് പോകാൻ സാധിക്കും കേട്ടോ, അതിനുള്ള അനുവാദമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം അത്രയേറെ അയ്യപ്പന്മാരുടെ തിരക്കും റോഡ് മുഴുവൻ വാഹനങ്ങളും ബ്ലോക്കുമായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വഴി തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ടതായി വന്നു. ഇത് വലിയമ്പലമാണ്. നേരത്തെ ഞാൻ കാണിച്ചത് ചെറിയമ്പലം. അവിടെ നിന്ന് പേട്ടതുള്ളി വാവര് സ്വാമിയെ ചുറ്റി അവിടെ നിന്ന് പ്രസാദം വാങ്ങിച്ച് പേട്ടതുള്ളൽ അവസാനിപ്പിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ്. ഇവിടെ വന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷമാണ് കാനനപാതയിലൂടെയുള്ള അടുത്ത യാത്ര അയ്യപ്പന്മാർ ആരംഭിക്കുന്നത്. ഈ കാഴ്ചകൾക്കിടയിൽ ശരണം വിളി നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം. ശരണം എന്ന വാക്കിലെ ആദ്യാക്ഷരമായ ശ ഉച്ചാരണ മാത്രയിൽ തന്നെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതാണ്. അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ര എന്ന അക്ഷരം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. നം ശബ്ദം ഇതിനെല്ലാറ്റിനും ദൈവികത കൈവരുത്തി ശാന്തി പ്രദാനം ചെയ്യുന്നു. മനുഷ്യനിൽ എളിമ വിരിയിക്കേണ്ട ഒരു സൂത്രവാക്യം കൂടിയാണിത്, ശരണം വിളി. 18ാം പടി കയറുന്നവൻ വിനയമുള്ളവനായിരിക്കണമെന്നും അവൻ അഹങ്കാരം നിലനിർത്താത്തവനായിരിക്കണം എന്നതും അങ്ങനെ ഒരു പൊരുളാണ് ഇവിടെ നമുക്ക് ശരണം വിളിയിലൂടെ വ്യക്തമാകുന്നത്. അയ്യപ്പനെ നിത്യവും ഉറക്കുന്ന ഹരിവരാസനം, വിശ്വമോഹനം എന്ന യേശുദാസ് പാടിയ പാട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? എല്ലാ മതസ്ഥർക്കും വളരെയധികം മനസ്സിന് തൃപ്തി നൽകുന്നതാണ് ആ പാട്ട്. ക്ഷേത്രനട അടയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് തന്ത്രിയും ശാന്തിക്കാരും വിഗ്രഹത്തിൻ്റെ ഇരുപുറത്തുമായിട്ട് ഇരിക്കും. തുടർന്ന് പാട്ടിലെ ഓരോ വരിയും അവസാനിക്കുന്നതിനനുസരിച്ച് വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗത്തെ ഓരോ വിളക്കും അണച്ചുകൊണ്ടിരിക്കും. അവസാനം വിഗ്രഹത്തിൻ്റെ വലതുഭാഗത്തെ വലിയ വിളക്കും അണച്ച ശേഷം തന്ത്രിയും ശാന്തിക്കാരും പുറത്തിറങ്ങും. അയ്യപ്പനെക്കുറിച്ച് ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ കേൾക്കുന്നത് തന്നെ മനസ്സിനൊരു സുഖമല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്ന് വലിയമ്പലത്തിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് അയ്യപ്പൻ വളർന്ന പന്തളം കൊട്ടാരത്തിലേക്കാണ്. അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും കൂടി മുഴുവനായിട്ട് കാണണേ. പന്തളം കൊട്ടാരം എന്ന് പ്രതീക്ഷിച്ചൊരു വലിയ കൊട്ടാരം കാണാനായിരുന്നു ഞാൻ പോയത്. പക്ഷേ ഞാൻ കണ്ടത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വലിയ കൊട്ടാരമായിരുന്നില്ല. ഇതൊരു ക്ഷേത്രമാണ്. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും ക്ഷേത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ളൊരു കിണറും കൂടിയാണ് ഈ കാണുന്നത്.
അപ്പോൾ കൊട്ടാരം എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പത്മനാഭപുരം കൊട്ടാരമൊക്കെ കണ്ടതുപോലെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു എടുത്ത് പറയാൻ ഒരു ഭാഗമല്ല. ഈ പ്രദേശം മുഴുവനും എങ്ങോട്ട് നടന്നാലും കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. എല്ലാം അവിടുത്തെ ഒരു അവകാശി ഉണ്ടായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് എല്ലാ ഭാഗങ്ങളും എല്ലാം ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങൾ പോലെയായിരുന്നു ഞാൻ കണ്ടത്. കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾ അതെല്ലാം അനന്തരാവകാശികളായിട്ട് ഉള്ളവരാണെന്നും അവർക്കൊന്നും അത് സ്വന്തമായിട്ട് എഴുതി കൊടുത്തതോ അവർക്ക് വിൽക്കാനുള്ള അവകാശമോ മറ്റ് കൈമാറാനുള്ള അവകാശമോ അങ്ങനെയൊന്നും ഇല്ല. അവർ തലമുറയായിട്ട് ഓരോരുത്തർ ഓരോ ഭാഗത്ത് കയറി അങ്ങ് താമസം തുടങ്ങി. ഓരോ ഭാഗങ്ങളെ ഇങ്ങനെ കഷ്ണം പോലെ ആക്കി കൊട്ടാരത്തിനെ ഇങ്ങനെ ഒരുപാട് വീടുകളാക്കി മാറ്റി എന്ന് പറയാം. കൊട്ടാരത്തിനെ ഒരുപാട് വീടുകളാക്കി മാറ്റിയിട്ട് ഓരോ ഭാഗത്തും കണ്ട ഇത് ഒരു വീട്, അതൊരു വീട്, അങ്ങനെ പല വീടുകളാക്കി മാറ്റി കൊട്ടാരത്തിനെ. എന്നിട്ട് ആ ഒരു വീട്ടിൽ തന്നെ ഒരുപാട് മുറികളൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കണം, ആ കൊട്ടാരം പന്തളം കൊട്ടാരം എന്നൊക്കെ പറയുന്നത് എത്ര വലുതായിരുന്നു. ഈ പന്തളം ഏരിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ ഭാഗം കണ്ടോ, ഓരോ ഭാഗത്ത് ഓരോ അവകാശികൾ കയറി താമസിക്കുന്നു. ചിലതൊക്കെ കാലങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്, കാരണം അവരും അവരുടെ മക്കളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ചിലർ വീടൊക്കെ മാറ്റി നല്ല മോഡേൺ ഒക്കെ ആക്കി, കണ്ടോ, മോഡേൺ ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ചിലത് കൊട്ടാരത്തിൻ്റെ അത് തന്നെ അതേ ഇതിൽ തന്നെയാണ് ഉള്ളത്. ചില ഭാഗങ്ങൾ ഓഫീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ചിലതിലൊക്കെ ആൾക്കാർ താമസമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അവർക്കത് കൈമാറാനുള്ള അവകാശവും അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറൊരു ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. പിന്നെ വേറൊരു കൊട്ടാരം ഉണ്ടെന്നും ആ കൊട്ടാരത്തിനൊരു പ്രത്യേകതയുണ്ടെന്നും അവിടെ പക്ഷേ ആൾതാമസമൊന്നും ഇല്ല, എല്ലാം ഇടിഞ്ഞ് വീഴാറായി പൊട്ടിപ്പൊളിഞ്ഞതാണെന്നും. ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുളത്തിന് മീതെയാണ് ആ കൊട്ടാരം പണിതിരിക്കുന്നതെന്നും ആ കൊട്ടാരത്തിൻ്റെ അകത്തു നിന്നും കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി അകത്തു നിന്നും പടവുകളാണ്, ഉള്ളിലേക്ക് ഇറങ്ങി വരാം എന്നുള്ളത്. എന്ന് വെച്ചാൽ കുളത്തിന് കുറുകെയായിട്ട് അത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം കിടക്കുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തൂക്കുപാലത്തമ്മിലൂടെ നടന്നിട്ട് വേണം അപ്പുറത്തെത്താൻ വേണ്ടി. ഈ തൂക്കുപാലം നിങ്ങൾ ആരെങ്കിലും കയറിയിട്ടുണ്ടോ? തൂക്കുപാലം ഞാൻ ആദ്യമായിട്ട് കയറുകയാണേ. ഇതിൻ്റെ മുകളിൽ കയറി നടക്കുമ്പോഴുണ്ടല്ലോ, പാലം സ്ട്രോങ് ആണ്, പക്ഷെ നടക്കുമ്പോൾ ഇതിങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളെ തലയിൽ ഒരുതരം വൈബ്രേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു വൈബ്രേഷൻ താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിസ്സാരമാണ്, വളരെ ചെറിയൊരു വൈബ്രേഷനാണ്, പക്ഷേ അത് നിസ്സാരം എന്ന് നടക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നടക്കുമ്പോൾ തോന്നിയെങ്കിലും ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ എന്നിട്ട് സാധാരണ വഴിയിലൂടെ നടക്കുമ്പോഴും അതേ ഫീല്, പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടാകുന്നില്ല. അപ്പോഴും തലക്കകത്ത് മുകളിലോട്ടും താഴോട്ടും ഉള്ളൊരു വൈബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ഈ പാലത്തിൻ്റെ മുകളിലോട്ട് നടന്ന് ഇതൊക്കെ കണ്ടോ, അയ്യപ്പ ക്ഷേത്രം, വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രമാണ്. വലിയ കോയിക്കൽ തറവാടാണ്, വലിയ കോയിക്കൽ കൊട്ടാരമാണ്. അപ്പോൾ അവിടെ ക്ഷേത്രങ്ങൾ ഒന്നും രണ്ടൊന്നല്ലേ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളും മുരുകക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ കണ്ട ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ കയറി എന്നിട്ട് വേണം നമുക്ക് ആ കോയിക്കൽ കൊട്ടാരത്തിലേക്ക് പോകാൻ, ആ പുത്തൻ കോയിക്കൽ എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ കയറി ഈ കോമ്പൗണ്ടിലൂടെ, അന്നേരം ഈ ക്ഷേത്രത്തിന് ചുറ്റും വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നേ കാണാൻ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പുറത്തുനിന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഭംഗി കാരണം. പക്ഷെ നേരിൽ കാണുന്ന അത്രയും ഭംഗി വീഡിയോയിൽ കാണാനില്ല. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പടവുകൾ കയറിയിട്ടാണ് നമ്മളിത് ഈ പുത്തൻ കോയിക്കൽ എന്ന് ഗേറ്റിൻ്റെ മുകളിൽ എഴുതിയ ഈ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തുന്നത്. ഈ കൊട്ടാരവും മുറിച്ച് കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പം വിജനമായിട്ട് നശിച്ചുകൊണ്ടിരിക്കും. വിജനമാകുമ്പോൾ തീർച്ചയായിട്ടും നശിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഇതും മുറിച്ച ഭാഗമാണ്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം വലിയ ഒരു കൊട്ടാരം തന്നെയാണ്, അവിടെ ആൾക്കാർ താമസമുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ ഭാഗമാണെന്ന് തോന്നുന്നു. ചെറുതെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തൊരു 10-25 മുറികളുണ്ടാകും.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വിജനമായ സന്ധ്യാസമയത്താണ് ഇവിടെ എത്തിയത്. ഒരുതരം പ്രേത സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഇതാ വലിയ ഒരു കൊട്ടാരമാണ്. എല്ലാം ദ്രവിച്ച് അതിൻ്റെ മരപ്പണികളൊക്കെ ദ്രവിച്ച് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും. ഇത് നമ്മുടെ പഴയ വീടുകളിലെല്ലാം ഇല്ലേ, കുളിമുറിയോട് ചേർന്ന് അടുക്കളയോട് ചേർന്ന കുളിമുറിയും അതിൻ്റെ ഒരു കപ്പിയും കയറും, ആ പഴയ മോഡലുള്ള കപ്പിയും കയറും, പിന്നെ സ്ക്വയർ ആയിട്ടുള്ള ഒരു കിണറുമാണ് ഈ കണ്ടത്. അത് ആ കപ്പിയും കയറും കണ്ടോ, ഇങ്ങനെ ഒരു ഉരുണ്ട പോലത്തെ ഒരു കപ്പിയും കയറും. അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള കിണറാണ് കണ്ടത്. പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ കുളം. ഈ കുളത്തിൻ്റെ മീതെ കുറുകെയാണ് കൊട്ടാരത്തിൻ്റെ പകുതി ഭാഗമുള്ളത്. ഈ കുളത്തിന് ചുറ്റും നടന്ന് ഞാൻ കാണിക്കാമേ. സന്ധ്യാസമയത്ത് വന്നതാണേ നമ്മൾ. വിജനമായൊരു ഇരുട്ട് കണ്ടോ നിങ്ങൾ, വിജനമായൊരു സ്ഥലം, ഒരുതരം ചീവീടുകളുടെ ശബ്ദമെല്ലാമായിട്ട് ശരിക്കും ഞാൻ ഒറ്റക്കായിരുന്നെങ്കിൽ ഞാൻ പേടിച്ചേനെ, ഞാൻ ഇങ്ങോട്ട് കയറൂല, ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടിയേനെ. ഒറ്റയ്ക്കല്ലാത്ത ധൈര്യത്തിലാണ് ഞാൻ നിന്നത്. ഇതാണ് ആ കുളം. ആ കുളത്തിന് കുറുകെ കണ്ടോ ആ കൊട്ടാരത്തിൻ്റെ ചുമര് പണിതിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പടവുകളാണ്, ഇരുട്ട് ആയിട്ട് കാണാത്തതാണ്. അതിൻ്റെ ഉള്ളിൽ പടവുകളാണ്. ആ കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന് ഉള്ളിലെ മുറിയിൽ നിന്ന് പടവുകൾ ഇറങ്ങി ആ കുളത്തിൽ വന്ന് കുളിക്കാം. അത് പടവുകളാണ്. ഉള്ളിൽ നിന്ന് ഇറങ്ങി അവിടെ വന്ന് കുളിക്കാം. ആ കുളത്തിൻ്റെ വെള്ളം നല്ല കരി പോലെ ഉണ്ടായിരുന്നേ, കറുത്ത നല്ല ഓയിൽ ഒഴിച്ച പോലത്തെ വെള്ളമായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാക്കാം എത്രയോ കാലങ്ങളും വർഷങ്ങളുമായിട്ട് ഇവിടെയൊക്കെ ആൾതാമസം ഇല്ലാതെ വിജനമായി കിടക്കുകയാണെന്ന്. ഒന്ന് ഓർത്ത് നോക്കണല്ലേ, എത്രയോ ആളുകൾ കയറി കിടക്കാൻ ഒരു വീടില്ലാതെ, ഒരു മേൽക്കൂരയില്ലാതെ, സ്വന്തം വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്നവർ, അതും ഇല്ലാതെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും റോഡ് സൈഡിലും വെയിലും മഴയും മഞ്ഞും കൊണ്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടല്ലേ. എന്നിട്ട് ഇതുപോലെയുള്ള ഒരുപാട് കൊട്ടാരങ്ങളും വീടുകളും ഒക്കെ പണിതിട്ടും പാരമ്പര്യമായി കിട്ടിയിട്ടും ഒക്കെ ഉള്ളത് ഇതുപോലെ വിജനമാക്കിയിട്ട്, താമസിക്കാൻ ആളില്ലാതെ വിജനമായി കിടന്ന് ദ്രവിച്ച് നശിച്ചു പോവുക. പ്രകൃതിയുടെ ഒരു വൈരുദ്ധ്യമല്ലാതെ എന്ത് പറയാനല്ലേ. കാണുമ്പോൾ ശരിക്കും സങ്കടവും അത്ഭുതവും ഒക്കെ തോന്നുന്നൊരു കാര്യമാണ്. ഇത് കൊട്ടാരത്തിൻ്റെ മേലെ ഭാഗം കണ്ടോ, അത് കുളത്തിൻ്റെ കുറുകെയാണ് പണിതിരിക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മേലെ ഭാഗം. അത് അത് നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ അത് സൂക്ഷിച്ചിരുന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇതൊക്കെ നല്ല സൂപ്പർ, എന്താ പറയേണ്ടത്, ഇതിങ്ങനെയൊന്നും ഇപ്പോൾ ഇല്ല വീടുകൾ അല്ലേ. ഇങ്ങനെയുള്ള ഇത്തരം വീടുകളൊന്നും ആർക്കും ഉണ്ടാക്കാനും സാധിക്കില്ല. അത്രയും നല്ല ആർക്കിടെക്റ്റും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇതൊന്നും അധിക നാളിനി ഉണ്ടാവുമെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഏകദേശം ഒരുവിധം എല്ലാം ദ്രവിച്ച് നശിച്ച്, വാതിലുകളും കൗക്കോലുകളും ഒക്കെ ദ്രവിച്ച് നശിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കൊട്ടാരത്തിന് ചുറ്റും ഞാൻ എൻ്റെ ക്യാമറയും പിടിച്ചൊന്ന് നടന്ന് നോക്കി. ചുറ്റും നടന്ന് അത് നിങ്ങൾക്ക് ഈ കാഴ്ചകളോടൊപ്പം തന്നെ ഞാൻ അയ്യപ്പസ്വാമിയുടെയും പന്തള രാജാവിൻ്റെയും നിങ്ങൾക്കറിയാവുന്നതാണെന്നറിയാം, എന്നാലും ഒന്നുകൂടി ഞാൻ ആ കഥ പറഞ്ഞു തരാം ഈ കാഴ്ചകളോടൊപ്പം. എത്ര കേട്ടാലും മതിവരാത്തതാണല്ലോ അയ്യപ്പസ്വാമിയുടെ കഥകൾ. പന്തള രാജനായിരുന്ന രാജരാജശേഖരൻ നായാട്ടിനായിട്ട് പോയപ്പോൾ പമ്പാ നദിക്കരയിൽ നിന്ന് ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു എന്നാണ് പറയുന്നത്. ഐതിഹ്യം പല തരത്തിലുണ്ട്. ഒരൈതിഹ്യം ഇങ്ങനെയാണ്. ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയ രാജാവ് അവിടെ നല്ല സുന്ദരനായ കോമളവദനായ കഴുത്തിൽ മണിയോടുകൂടിയ ഒരു ശിശുവിനെ കണ്ടു. കുട്ടികളില്ലാതിരുന്ന രാജാവിന് ഈശ്വരൻ തനിക്ക് തന്ന വരമാണ് ഈ ശിശു എന്ന് വിശ്വസിച്ച് ആ സമയം അവിടെ ആഗതനായ അഗസ്ത്യ മഹർഷി രാജാവിൻ്റെ ഈ വിഷമങ്ങളും കുട്ടീനെ എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനും കണ്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, മഹാരാജാവേ, ഈ ബാലനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പുത്രനായി വളർത്തിക്കോളൂ. ഈ കഴുത്തിൽ കാണുന്ന മണി തന്നെ കണ്ട മനസ്സിലാകും, അത് തന്നെ ദിവ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. ഇവനെ മണികണ്ഠൻ എന്ന് വിളിക്കാം. ഇവൻ നിമിത്തം രാജ്യത്തിനും രാജവംശത്തിനും അളവറ്റ ശ്രേയസ്സുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തുന്നു. പന്തളം കൊട്ടാരത്തിലാണ് അയ്യപ്പസ്വാമി വളരുന്നത്. അന്ന് മണികണ്ഠൻ വളരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ഒക്കെ കഴിഞ്ഞ് കളരിമുറകളും അഭ്യസിച്ച് അങ്ങനെ മണികണ്ഠനെ യുവരാജാവായിട്ട് വാഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ്
മന്ത്രിക്ക് മണികണ്ഠനോട് അസൂയ വരുന്നതും രാജ്ഞിയെ പലതും പറഞ്ഞ് പാട്ടിലാക്കുന്നതും അങ്ങനെ മണികണ്ഠനോട് ആദ്യമൊക്കെ രാജ്ഞിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ മന്ത്രി പറഞ്ഞ് പിരികേറ്റിയപ്പോൾ രാജ്ഞിയും മന്ത്രിയുമൊക്കെ കൂടി ഒരു സൂത്രം കളിച്ച് രാജ്ഞി വയറുവേദനയായിട്ട് അഭിനയിക്കുകയും അങ്ങനെ കൊട്ടാരം വൈദ്യം വന്നിട്ട് രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം രാജാവിനോട് പറയുകയാണ് പുലിപ്പാൽ കൊണ്ടുവന്നാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖം മാറൂ എന്ന്. അങ്ങനെ പുലിപ്പാൽ കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മണികണ്ഠൻ അത് ഏറ്റെടുത്തു. പ്രിയപ്പെട്ട അമ്മ, തൻ്റെ പൊന്നോമനയായ അമ്മയ്ക്ക് അസുഖം മാറാൻ വേണ്ടി ഞാൻ പോയിട്ട് പുലിൻ്റെ പാല് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുങ്കാട്ടിൽ പുലിപ്പാലിന് വേണ്ടി മണികണ്ഠൻ പോവുകയാണ്. അങ്ങനെ പുറപ്പെട്ട മണികണ്ഠനാണ് മഹിഷീനെ കൊല്ലുന്നത്. ആ മഹിഷീനെ നിഗ്രഹിച്ചതിൻ്റെ സന്തോഷപ്രകടനമാണ് പേട്ടതുള്ളൽ. അത് ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് വാവരുമായിട്ട് കടൽ കൊള്ളക്കാരനായ വാവരുമായിട്ട് യുദ്ധം ചെയ്യുകയും പിന്നീട് ആത്മാർത്ഥമായ അഭേദ്യമായ ഒരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ മഹിഷീനെ നിഗ്രഹിച്ച ശേഷം കുറച്ച് ഒരു പറ്റം പുലികളുമായിട്ട് നമ്മുടെ മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് പന്തളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് കണ്ട് ആൾക്കാരെല്ലാം നാലുപാടും ചെതറി ഓടുകയാണ്. അങ്ങനെ മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് രാജാവും രാജ്ഞിയും മന്ത്രിയും കൊട്ടാരത്തിലുള്ളവർക്കും ഒക്കെ മനസ്സിലായി. എല്ലാവരും മണികണ്ഠനെ തൊഴുതു വണങ്ങി. തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ മണികണ്ഠൻ രാജാവിനോട് പറഞ്ഞു, ശബരിമലയിൽ തനിക്കായിട്ട് ഒരു ക്ഷേത്രം പണിയണം എന്നും എന്നെ പോകാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. അങ്ങനെ മണികണ്ഠൻ അപ്രത്യക്ഷനായ മണികണ്ഠനെ അയ്യനെ എന്നും അപ്പനെ എന്നും ജനങ്ങൾ വിളിച്ചു. ഇപ്രകാരമാണ് മണികണ്ഠന് അയ്യപ്പൻ എന്ന പേര് ലഭിക്കുന്നത്. മണികണ്ഠൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയത് ഓർത്തത്. ചെറിയ കാര്യമാണ്, എന്നാലും അത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. നേരത്തെ പേട്ടതുള്ളലിൻ്റെ അവിടെ കണ്ട വലിയ ക്ഷേത്രവും ചെറിയ ക്ഷേത്രമൊക്കെ കണ്ടില്ലേ, വാവരുപള്ളിയൊക്കെ കണ്ടില്ലേ? അവിടെ ധാരാളം കടകളുണ്ടായിരുന്നേ. നിറയെ കടകളിലും എൻ്റെ കണ്ണുകൾ ഉടക്കിയത് എല്ലാ കടകളിലും തൂങ്ങിക്കിടക്കുന്ന ചിലും ചിലും ശബ്ദമുള്ള മണികളായിരുന്നു. കുഞ്ഞു മണി മുതൽ പല അളവിലും സൈസിലുമുള്ള കുറച്ച് വലിയ മണികൾ വരെ എല്ലാം തടിച്ച ഒരു ചരടിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി കൊലകളായിട്ട് കിടക്കുകയാണ് എല്ലാ കടയിലും. ഇതിൻ്റെ ചിലും ശബ്ദവും ഈ നിറയെ മണികൾ ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ തൂങ്ങി ആടുന്നതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി എന്ന് വെച്ചാൽ എനിക്കൊരു മണി വേണം എന്ന് തന്നെ കൊതി. വലിയ വിലയൊന്നും ഇല്ല, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഞാൻ കണ്ട അയ്യപ്പന്മാരും കന്നിസ്വാമിമാരും മലയപ്പുറം ഒക്കെ ഈ മണി ചരടും മണിയും അരയിലൊക്കെ കെട്ടിയിട്ടും കഴുത്തിലിട്ടിട്ടൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട്. അവരത് അവിടെ പോയിട്ട് അവിടെ കെട്ടാനുള്ളതാണ്. പക്ഷേ എനിക്കവിടെ ഇപ്പോൾ ഒന്നും പോകാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് മണി വേണം തന്നെ. എനിക്ക് ഭയങ്കര മനസ്സിൽ തോന്നി. അതിലെന്തെങ്കിലും ദോഷമുണ്ടോ ഇതുണ്ടോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് മനസ്സിൽ മണി വേണമെന്ന് തോന്നി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാനൊരു കുഞ്ഞു മണി, ഏറ്റവും കുഞ്ഞൊരു മണി ഞാൻ വാങ്ങിച്ചു. ചെറിയ പൈസയായുള്ളൂ, 20 രൂപ എങ്ങാനേ ഉള്ളൂ. അത് വാങ്ങിച്ച് ഞാൻ എൻ്റെ കൈക്ക് ഒക്കെ കെട്ടിയിട്ട്, കഴുത്തിലിട്ട് നടക്കാൻ ഒരു മടി, അപ്പോൾ കയ്യിൽ കെട്ടിയിട്ട് ഞാൻ നടന്നു. നല്ല ഇമ്പമുള്ള ശബ്ദം കേട്ടോ ആ മണിക്ക്. നമ്മുടെ അയ്യപ്പ സ്വാമീനെ പോലെ തന്നെ, മണികണ്ഠനെ പോലെ തന്നെ ഒരു ഓമനത്വവും ഒരു കേൾക്കാൻ ഇമ്പവുമുള്ള ശബ്ദം, ചിലും എന്നിട്ട് ശബ്ദവുമായിട്ട് ഞാനത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിവിടെ തൂക്കിയിട്ടു. എനിക്ക് ഇടക്കിടക്ക് ഞാനതിങ്ങനെ തട്ടി മുട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനോടൊരു കൊതി. ഈ കാണുന്നത് ഇതെന്താണ്, ചന്ദനം തയ്ക്കുന്ന ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കണ്ടോ, ഈ കൊട്ടാരത്തിന് 2 ഭാഗമായിട്ട് മുറിച്ചിട്ട് ഒരു ഭാഗത്ത് ആൾ താമസമുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ നടന്നത്. നല്ല ഇരുടായേ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. നല്ല ഇരുടുമായി, ഒരു ഒച്ചയും ഒന്നുമില്ല, ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അത്രയും വിജനമായ സ്ഥലമായിരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? ഇനി ഇവിടെ നിന്ന് ഞാൻ നേരെ ഇനി വീണ്ടും പോകുന്നത് ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ അയ്യപ്പൻ്റെ വസ്ത്രവും അയ്യപ്പൻ്റെ ആഭരണങ്ങളും ആമാടപ്പെട്ടി അങ്ങനെ എല്ലാം വെച്ചിരിക്കുന്ന ക്ഷേത്രമാണ്.
യാത്രയാണേ അത്. അവിടെ വീഡിയോ എടുക്കാനൊന്നും അനുവാദമില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. അവിടെ പോയി നിന്ന് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഇങ്ങോട്ട് ഈ പുത്തൻ കോയിക്കൽ കൊട്ടാരം കാണാൻ വന്നത്. ഇതുമെല്ലാം കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടത്തേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. തിരിച്ച് ഇങ്ങോട്ട് തന്നെ നടന്നു വന്നു. ഇവിടെ രാത്രി ഭക്ഷണമുണ്ട്. ഇപ്പം മണ്ഡലകാലമായതുകൊണ്ടായിരിക്കണം ഇവിടെ രാത്രി ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ അയ്യപ്പൻ്റെ പ്രസാദമായ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോയി. ഇനി നാളെ രാവിലെ നമ്മുടെ യാത്ര, നാളെ രാവിലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ അയ്യപ്പൻ താമസിച്ചൊരു വീടുണ്ട്. അയ്യപ്പൻ മഹിഷിനെ കൊല്ലാൻ ഉപയോഗിച്ച വാളും ഒക്കെ അവിടെയുണ്ട്. അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അയ്യപ്പൻ ഉപയോഗിച്ച വാളും താമസിച്ച വീടും ഒക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, സി യു.